ശ്ശോ, കാണുന്നില്ലല്ലോ. അമ്മ എന്താ ഇവിടെ തിരയുന്നേ? ശേഖരമേനോന്റെ പോളിസിയുടെ പേപ്പേഴ്സ് അല്ലേ? അതെ, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അയാളുടെ ഇൻഷുറൻസിന്റെ കടലാസുകളൊക്കെ ഞാനിവിടെ വെച്ചിരുന്നു. അത് ഇന്ന് ആ ഇൻഷുറൻസ് ഏജന്റിന്റെ കയ്യിലിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ വെച്ചിരുന്ന ആ ഡോക്യുമെന്റ്സ് അയാളുടെ കയ്യിൽ എങ്ങനെ എത്തി? ആരാണ് അയാളുടെ കയ്യിൽ എത്തിച്ചത്? അമ്മ എന്നോട് ക്ഷമിക്കണം. അതൊക്കെ ഞാനാ ഇവിടുന്ന് എടുത്ത് രഹസ്യമായി ഇൻഷുറൻസ് ഏജന്റിന്റെ വീട്ടിലേക്ക് അയച്ചത്. അങ്ങനെ ഒരു ചെറിയ കള്ളത്തരം എനിക്ക് ചെയ്യേണ്ടി വന്നു അമ്മേ. എന്തിന്? ചില സത്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. എല്ലാവരും എല്ലാം അറിയുന്ന സമയം അടുത്തു അമ്മേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിപ്പോ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ എന്നെ നിർബന്ധിക്കരുത്. സമയമാവുമ്പോ എല്ലാവർക്കും ഒപ്പം അമ്മയും ആ യാഥാർത്ഥ്യങ്ങൾ അറിയും. രാധികേ, ശേഖരമേനോൻ ജയിലിൽ നിറങ്ങാനുള്ള ടൈമായി. എപ്പം വേണമെങ്കിലും അയാൾ ജയിലിൽ നിറങ്ങി ഇങ്ങോട്ടേക്ക് വരാം. ശേഖരമേനോൻ വരുമ്പോഴേ അയാൾക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാ ഈ രേഖകൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ശിക്ഷയുടെ കാലാവധിയൊക്കെ പൂർത്തിയായി. അദ്ദേഹം എപ്പോഴേ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നു? നീ ഇത് വെറുതെ പറയുന്നതല്ലോ. അല്ലമ്മേ, ഞാൻ പറയുന്നത് സത്യമാ. ശേഖരമേനോൻ എന്ന ശേഖർ ജയിലിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വിശാൽ ഇതറിഞ്ഞോ? ഇല്ല, ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അവനോടൊന്നല്ല, വേറെ ആരോടും ഞാനിത് പറഞ്ഞിട്ടില്ല. അമ്മയോടാ ആദ്യമായിട്ടിത് പറയുന്നേ. വേണ്ട, ആരോടും പറയണ്ട. പ്രത്യേകിച്ച് വിശാലിനോട്. ശേഖരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നറിഞ്ഞാലേ മുന്നും പിന്നെ നോക്കാതെ വിശാൽ അയാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങും. അതാപത്താണ്. ഇല്ലമ്മേ, ഞാനിത് അവനോട് പറയില്ല. അല്ല രാധികേ, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? മുത്തശ്ശ, പാർവതി മോളോ? എന്റെ കയ്യിലെ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്നറിയോ? പറയും മുത്തശ്ശ, ഇതാരാ? ഇത് നല്ല ചോദ്യം. കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാൻ എങ്ങനെയാ മോളുടെ കയ്യിലെ ഫോട്ടോയിലെ ആളെ തിരിച്ചറിയുന്നേ? എനിക്ക് കാണാൻ പാടില്ലെന്നറിഞ്ഞിട്ടും നീ ഇതെന്തിനാ എന്നെ കാണിച്ചേ? ഇനി പറയും, ഇതാരാ? നിങ്ങൾക്ക് കാഴ്ചയില്ലെന്ന് ഇനി നിങ്ങൾ എന്നോട് പറയരുത്. നിങ്ങൾക്ക് കാഴ്ചയുണ്ട്. നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാം. കാഴ്ചയുണ്ടായിട്ടും
കാഴ്ചയില്ലെന്നുള്ള മട്ടിൽ നിങ്ങൾ അഭിനയിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി. ഇനി എന്റെ മുമ്പിൽ നിങ്ങളുടെ അഭിനയം വേണ്ട. നിങ്ങൾ ആരോരും ഇല്ലാത്ത അന്ധനായതുകൊണ്ടാ ഞാൻ നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ നിങ്ങൾ എന്നെ അന്ധത നടിച്ച് പറ്റിക്കായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ അന്ധനല്ല. നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് ഈ വീട്ടിലുള്ളവരറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി എന്നറിയാമോ? നിങ്ങൾക്കൊപ്പം എന്നെയും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. നിങ്ങളോടൊപ്പം ചേർന്ന് ഞാനും നാടകം കളിക്കുകയാണെന്ന് അവര് വിചാരിക്കും. പിന്നീട് എനിക്ക് അവരോട് പറയാൻ മറുപടി ഇല്ലാതെ തീരും. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ ശ്രമിച്ച എന്നോട് നിങ്ങൾ ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ശേഖറിന്റെ കേസ് ഫയല് നീ ഇതിനുള്ളിൽ തന്നെയാണോ വെച്ചിരുന്നേ? ആ, ഞാനത് ഇതിനകത്ത് തന്നെ വെച്ചിരുന്നേ. എന്നിട്ട് എവിടെ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ചേച്ചി ഇങ്ങോട്ട് മാറ്, ഫയൽ ഞാൻ തപ്പി എടുത്തുതരാം. എന്നാ ശരി, നോക്ക്. ചേച്ചി, ഇതാണ് കേസ് ഫയൽ. എവിടെ നോക്കട്ടെ. ഇതനുസരിച്ച് ശേഖറിന്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞല്ലോ. അപ്പോ അതിനർത്ഥം അയാള് ജയിലിൽ നിന്ന് റിലീസായി എന്നല്ലേ? ഞാൻ പറഞ്ഞില്ല അയാൾ റിലീസായി കാണുമെന്ന്. ജയിലിൽ നിന്ന് ഇറങ്ങിയ അയാള് എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ചേച്ചി, അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ശേഖർ അളിയന്റെ നീക്കങ്ങൾ ഏത് വിധേന നമ്മൾ അറിയണം. അല്ലെങ്കിൽ അത് നമുക്ക് വലിയ ആപത്താ. എങ്ങനെ അയാളെ കണ്ടുപിടിക്കും? ഇവരെന്തിനാ ശേഖറിനെ ഭയപ്പെടുന്നേ? ഇവരും ശേഖറും തമ്മിൽ എന്താ കണക്ഷൻ? ഈ സാഹചര്യത്തിൽ രാധികാന്റിയാണ് പോളിസി പേപ്പർ ഇവിടേക്ക് അയച്ചതെന്ന് ഇവരോട് പറയണ്ട. പറഞ്ഞാ ഇവരിനിയും പേടിക്കും. തൽക്കാലം ഏതായാലും അക്കാര്യം ഇവരോട് പറയണ്ട. ശേഖറിനെ കുറിച്ച് ചോദിക്കാം. ആൻഡി, നിങ്ങളെന്തോ ഗൗരവമായിട്ടുള്ള ആലോചനയിലാണെന്ന് തോന്നുന്നു. ഏയ്, ഒന്നുമില്ല. നീ എന്താ വന്നത്? അല്ല ആൻഡി, ആരെ ഈ ശേഖരമേനോൻ? അയാളാണ് ഗായത്രി അമ്മയെ കൊന്നതെന്ന് വിശാല് വിളിച്ചു പറഞ്ഞല്ലോ. അതിൽ വല്ല വാസ്തവമുണ്ടോ? ഉണ്ട്. വിശാൽ പറഞ്ഞത് സത്യം തന്നെയാ. ആ നെറികെട്ടവൻ തന്നെയാ ഗായത്രി ചേച്ചിയെ കൊന്നത്. അയാൾ ഇവിടുത്തെ വലിയ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗായത്രി ചേച്ചി അവന്റെ പേരില് വലിയ തുകയ്ക്കുള്ള ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്തു കൊടുത്തത്. പക്ഷേ ആ നരകപിശാച് അതെല്ലാം മറന്നു. കൈയയച്ച് സഹായിച്ച ആളിനെ തന്നെ അവൻ കണ്ണിൽ ചോരയില്ലാതെ കൊന്നു തള്ളി.
ഇങ്ങനെ ഒരു കൊലച്ചത് ചെയ്യണമെങ്കിലേ അവൻ എന്തുമാത്രം ദുഷ്ടനാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന് ജീവപര്യന്തമല്ല, തൂക്കുകയറായിരുന്നു കൊടുക്കേണ്ടിയിരുന്നേ. അയാളാണ് ഗായത്രി അമ്മയെ കൊന്നതെന്നുള്ളത് ഉറപ്പാണോ? ഗായത്രി അമ്മയുടെ വിശ്വസ്തനായ ഒരാള് ഗായത്രി അമ്മയെ കൊല്ലണമെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം വേണ്ടേ? എന്തായിരുന്നു കൊലപാതകത്തിനുള്ള മോട്ടിവേഷൻ? ഇവളെന്തിനാ ശേഖറിനെ കുറിച്ചും ഗായത്രിയുടെ മരണത്തെക്കുറിച്ചും ഒക്കെ ചികഞ്ഞ് അന്വേഷിക്കുന്നത്? ഇവർക്കും ശേഖറിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് വ്യക്തമാ. ഇവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അല്ല, ശേഖർ എന്തിനാ ഗായത്രി അമ്മയെ കൊന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടിയില്ലല്ലോ. അതെ, ശേഖറാണ് ഗായത്രി ചേച്ചിയെ കൊന്നതെന്ന് സംശയലേശമില്ലാതെ തന്നെ കോടതിയിൽ തെളിഞ്ഞതാണ്. അതുകൊണ്ടാണ് കോടതി അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. തൽക്കാലം ജാസ്മിൻ ഇത്രേ അറിഞ്ഞാ മതി. അല്ലാതെ പഴയ കേസ് കെട്ടുകള് ഇപ്പോ വലിച്ച് പുറത്തിട്ടിട്ട് എന്താ കാര്യം? പശുവും ചത്തു, മോരിലെ പുളിയും പോയി. അതുകൊണ്ട് ജാസ്മിന് ആവശ്യമില്ലാത്തതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നീ പോയി നിന്റെ കാര്യങ്ങൾ നോക്ക്. ചെല്ല് ചെല്ല്. ഇവരെന്താണ് രഹസ്യമായി ഒളിപ്പിക്കുന്നതെന്ന് കണ്ടെത്തണം. അത് ഞാൻ കണ്ടെത്തിയിരിക്കും. ചേച്ചി, ആ ജാസ്മിന് നമ്മളെ എന്തൊക്കെയോ സംശയമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ചേച്ചിക്ക് അങ്ങനെ തോന്നിയില്ലേ? എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് വ്യക്തമായി ഉത്തരം തരണം. തന്നേ തീരൂ. നിങ്ങൾ എന്തുദ്ദേശത്തിലാ എന്നോടൊപ്പം ഈ വീട്ടിലേക്ക് വന്നത്? നിങ്ങൾ എന്തിനാണ് അന്ധനെ പോലെ അഭിനയിച്ചത്? പറയ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ. അത് പറയാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല. എന്താ, എന്തിനാ ചെയ്തപ്പെടുത്തേ? ഇതുകൊണ്ട് വേറൊരു പണിയുണ്ട് പ്രതാപ. എന്തു പണി? നീ വാ. ചേച്ചി, ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവനാ ഞാൻ. യഥാർത്ഥത്തിൽ ഞാനല്ല ഗായത്രി അമ്മയെ കൊന്നത്. പിന്നെ പിന്നെ ആരാ അത് ചെയ്തത്? ഗായത്രി അമ്മയെ കൊന്നത് പ്രഭാവതിയാ. അവർ ഗായത്രി അമ്മയെ കൊന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ ചുമത്തുകയായിരുന്നു. ചേച്ചി, എന്ത് ചെയ്യാൻ പോവാ? വടാ. എന്റെ നിരപരാധിത്വം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടില്ല.
ശേഖർ ശേഖർ മിസ്റ്റർ ശേഖർ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് എന്നെ തകർക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നോട് പകരം വീട്ടാനാണോ ഇവിടേക്ക് വന്നത്? അതേടി, നിന്നോട് പകരം വീട്ടാൻ തന്നെയാ ഞാനിവിടെ വന്നത്. നീ എന്നോടും ഈ കുടുംബത്തോടും കാണിച്ച ചതി എല്ലാരും അറിയണം. എല്ലാ സത്യവും പുറത്തു വരണം. നിങ്ങൾ ഒരു സത്യവും പറയില്ല. പറയേണ്ട സത്യങ്ങളൊക്കെ ഞാൻ പാർവതിയോട് പറഞ്ഞു കഴിഞ്ഞു പ്രഭാവതി. അതെ, ഇദ്ദേഹം എല്ലാ രഹസ്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. ഓ, അത് ശരി. അപ്പോ നിങ്ങൾ എന്നെ തകർത്തിട്ടേ അടങ്ങുമല്ലേ? എന്നാ പിന്നെ ഇനി നീ ജീവനോടെ ഇരിക്കണ്ട. എന്റെ ദേവി, എന്താ എന്താ പറ്റിയത്? നിങ്ങളിപ്പോ എന്താ ഓർത്തത്? ഞാനല്ല ഗായത്രിയമ്മയെ കൊന്നത്. അത് മോള് വിശ്വസിക്കണം. ഞാൻ ആരാണെന്നും ഗായത്രിയമ്മയെ ആരാണ് കൊന്നതെന്നും മോളോട് ഞാൻ വ്യക്തമായി പറയാം. എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയാം. എല്ലാ സത്യങ്ങളും പറയാന്ന് പറഞ്ഞിട്ട് എന്താ മടിച്ചു നിൽക്കുന്നത്? ഞാൻ പറയാം. ചേച്ചി, നമ്മളിപ്പോ എന്തിനാ അങ്ങോട്ട് പോന്നേ? ദേ, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. വാ. ആരോ വരുന്നുണ്ട്. നീ എന്താടി ഇവിടെ? അത് ഞാൻ ഇയാള് നിന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് നീ ഇയാളെ അച്ഛന്റെ സ്നേഹം നൽകി പരിചരിക്കാൻ വന്നതാണോ? ആണെങ്കിൽ അതിലെന്താ തെറ്റ്? നീ എന്നോട് തർക്കുത്തരം പറയുന്നോ? ഞാൻ പറഞ്ഞത് തർക്കത്തിനല്ല. പിന്നെ നീ എന്താ പറഞ്ഞേ? ചേച്ചി നിന്നോട് ഒരു കാര്യം തിരക്കുമ്പോ അതിന് മര്യാദയ്ക്ക് മറുപടി കൊടുക്കണോ, അതോ ചേച്ചിയോട് എതിർത്ത് സംസാരിക്കണോ? ഈ എതിർത്ത് സംസാരിക്കുന്നതാണ് തർക്കുത്തരം. ക്ഷമിക്കണം, ഞാൻ ആരോടും എതിർത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കാര്യമാണ്. ഇദ്ദേഹത്തിന് ഏതാണ്ട് എന്റെ അച്ഛനോളം പ്രായമുണ്ട്. ചിലപ്പോ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരാളെ പരിചരിക്കുന്നതിൽ എന്താ കുഴപ്പം? അത് ഗുരുത്വമല്ലേ? നിന്റെ ഗുരുത്വവും എളിമയൊക്കെ ഞങ്ങള് കുറെയായി കാണുന്നുണ്ട്. അതെ, എന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു കലഹം വേണ്ട. കുറച്ചു മുമ്പ് എന്റെ ഗുളിക നിലത്ത് വീണുപോയി. അതെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് തപ്പുകയായിരുന്നു. അത് കണ്ടിട്ട് ഈ മോള വന്ന ആ ഗുളിക എടുത്ത് തന്നത്. അത്രയേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് കാരണമില്ലാതെ ഈ കുട്ടിയെ ശകാരിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്.
അല്ലാതെ ഈ കുട്ടി എനിക്ക് വേണ്ടി ഒരു പാദസേവയും ചെയ്തിട്ടില്ല. നിങ്ങളിത് വിശ്വസിക്കണം. ഇയാള് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്ന് കരുതി ഇവിടെ കിടന്ന് നീ അധികം ചുറ്റിക്കറങ്ങൊന്നും വേണ്ട. ആ, നീ പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയേ. പ്രതാപ, വാ. അവസരത്തിനൊത്ത് കള്ളം പറയാൻ നല്ല വിരുദ്ധാണല്ലേ? ദേ, അവര് പോയി. ഇനി നിങ്ങൾ പറയാൻ വന്ന കാര്യം പറയൂ. ഇല്ല കുട്ടി, ഇനിയിപ്പോ നിന്നോട് പറയാൻ പറ്റില്ല. അത് അപകടമാണ്. എന്റെ മനസ്സതെന്നോട് പറയുന്നു. മാത്രമല്ല, എനിക്കറിയാവുന്ന രഹസ്യം ഇപ്പൊ നിന്നോട് പറഞ്ഞ നിനക്കത് താങ്ങാൻ കഴിയില്ല.